നമ്മൾ പൊതുവെ ഈ ആർത്രൈറ്റീസ് പ്രായമായിട്ടുള്ള ആളുകളിലാണ് കണ്ടുവരുന്നത്. ശരിക്കും ഈ ആർത്രൈറ്റീസ് പ്രായമായ ആളുകളിൽ മാത്രമേ വരുള്ളൂ? വാതരോഗങ്ങൾ പൊതുവെ വയസ്സായ ആളുകളിലാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പൊതുവെ ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ അടുത്ത് വരുന്നത് കൂടുതലും 90s കിഡ്സ് ഒക്കെയാണ്. അവര് പൊതുവെ വരുന്ന കൈവേദന, കാലുവേദന, കഴുത്തുവേദന. കാരണം ലൈഫ് സ്റ്റൈൽ ഒരുപാട് ചേഞ്ച് ആയി കഴിഞ്ഞു. നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഒന്ന് വ്യത്യാസമാണ്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ കൂടുതലും ഇരുന്നിടത്ത് തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ കിടന്നിടത്ത് തന്നെ കിടക്കുന്ന ആളുകളാണ് പൊതുവെ. അധികം ആക്റ്റീവായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ പാടത്ത് പോയി ഫുട്ബോൾ കളിക്കുന്ന ആളുകളൊന്നും ഇന്ന് കുറവാ. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയും തോറും ഇത്തരം അസുഖങ്ങൾ കൂടാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ട്. ഇപ്പൊ യൂറിക് ആസിഡ് ഒക്കെ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ചെറുപ്പക്കാരിൽ കാണുന്ന കണ്ടീഷനാണ്. അതായത് ഇപ്പൊ വാദത്തിന്റെ വേദനകൾ, ജോയിന്റ്സ് മാറി 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 വേദന വരും, നീര് വരും. ഇപ്പം ചിലപ്പം ആംഗിളിൽ നീരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ നീര് മാറി വേറെ സ്ഥലത്തോട്ടാവും, ചുമപ്പ് കളർ ഉണ്ടാവും. ഇവർക്ക് കാല് നിലത്ത് കുത്തി നടക്കാൻ പറ്റില്ല. ഇപ്പൊ കാലത്ത് സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഫുൾ ജോയിന്റ്സ് സ്റ്റിഫ് ആയിരിക്കും. കാല് നിലത്ത് വെച്ച് നടന്ന് ടോയ്ലറ്റിൽ പോയി വരാൻ പറ്റുണ്ടാവില്ല. പിന്നെ ഒന്ന് വെയിലൊക്കെ ചൂടായി വരുമ്പോഴായിരിക്കും ഈ വേദനയൊക്കെ ഒന്ന് കുറയുന്നത്. യൂറിക് ആസിഡ് പോലെ തന്നെയാണ് ഇപ്പൊ ആമവാദത്തിന്റെ RA ഫാക്ടർ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും കൂടി ഒന്ന് മാനേജ് ചെയ്ത് പോകണം എന്നുള്ളതാണ്.